അപ്പോൾ ഇവിടെയാണ് നമ്മൾ കടാവേഴ്സ് സൂക്ഷിക്കുക. ഇത് കണ്ടോ, ഇതൊക്കെ ഒറിജിനലാണ്. കുട്ടികൾക്ക് പഠിക്കാൻ വരുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കടാവറാണ്, കവർ ചെയ്ത് വെച്ചാണ് കേട്ടോ. അല്ല, ഇത് കാണിക്കാൻ നമുക്ക് തന്നെ ഒരു മാനസിക പ്രശ്നമുണ്ട്. ചില പ്രശ്നമുണ്ട്. നമുക്കൊരു ഇഞ്ചക്ഷൻ വെക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് ആ ഒരു സ്പേസിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ എന്നുവെച്ചാൽ ഈ ഒരു ബോഡീൻ്റെ മുകളിൽ നമുക്ക് സൗണ്ട് കേൾക്കാം. യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളരെ വളരെ അടുത്താണ്. തൊട്ടടുത്ത് തന്നെ ഹോസ്റ്റലുണ്ട്. യൂണിവേഴ്സിറ്റി അകത്തുള്ള ഹോസ്റ്റലുകളാണ് കാണുന്നത്. ഗേൾസിൻ്റെ ഹോസ്റ്റലിലേക്ക് അവരുടെ പേരൻസ് വന്നാൽ തന്നെ എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഒരു ഹോസ്റ്റലിൻ്റെ A to Z ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ കാണിക്കാൻ നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് പുറത്തുള്ള കുറച്ച് വിഷ്വൽസ് കാണിച്ചു കൊടുക്കാം. ആ കുട്ടികൾക്ക് ജസ്റ്റ് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണെങ്കിലും എല്ലാ ഒരു ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ ഒന്ന് ലെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടായിട്ട് പുറത്തേക്കുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്, കാണുന്നുണ്ട് അല്ലേ. എവിടെയും ലെഷർ ഏരിയാസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അതായത് ചെറിയ എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ് കളിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. സ്റ്റഡി ഹാൾ എന്തായാലും ഹോസ്റ്റലിലുണ്ടാവും, അത് ഷുവറാണ്. അപ്പോൾ സർ, ഇത് നമ്മുടെ കടാവർ ഡിസെക്ഷന് കഴിച്ച് എല്ലാ വർഷവും ഇവർ കടാവർ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷം ആ കടാവറിൻ്റെ ബോഡി ഇവിടെ നിന്നാണ് ക്രിമേറ്റ് ചെയ്യുക, എന്ന് വെച്ചാൽ ബേൺ ചെയ്യാം. മനസ്സിലായി. ഓക്കെ, ഇത് വർഷങ്ങൾ മുന്നേ തൊട്ടിട്ട് അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഓർഗൻസ് ഉണ്ടാവില്ല. മൈന്യൂട്ടായിട്ടുള്ള ഓർഗൻസ് നമുക്ക് ഡിസെക്ട് ചെയ്യാൻ വ്യത്യസ്തമായ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരും. അപ്പോൾ വിവിധ കാലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിവിധ എക്യുപ്മെൻറ്റ്സ് ആണിത്. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡൈസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കടാവർ ഡ്രൈ ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചാണ്. ഫോർമാലിലല്ലാതെ കടാവർ ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കടാവേഴ്സ് സൂക്ഷിക്കുക. ഈ ഫോർമാലിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇതിലൊക്കെ കടാവേഴ്സ് ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് ഇവിടുന്ന് എടുക്കാനും ഇൻഡിവിജ്വലി ആയിട്ട് പഠിക്കാനുള്ള, അതായത് അവരുടെ ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, ബ്രെയിൻ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ വ്യത്യസ്ത ഓർഗൻസ് ഫോർമാലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ മ്യൂസിയത്തിൽ കണ്ട പോലെയല്ല, ഇത് കുട്ടികൾക്ക് ഓരോന്ന് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് സ്റ്റഡി ഹാൾ പോലത്തെ സ്ഥലമാണ്. ഇവിടുന്ന് നമുക്ക് വേണ്ട പഠിക്കേണ്ട ഓർഗൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബോഡിയാണെങ്കിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാം. നേരത്തെ കണ്ട ഡിസെക്ഷൻ റൂമിൽ വെക്കുക, അവിടുന്ന് പഠിക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ ഒറിജിനലാണ്. കുട്ടികൾക്ക് പഠിക്കാൻ വരുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓരോ ബോഡി പാർട്സ് ഫ്രീസ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇത് കടാവറാണ്, കവർ ചെയ്ത് വെച്ചാണ് കേട്ടോ. വീട്ടിലൊക്കെ കടാവറുണ്ട്. ഓക്കെ, അത് കാലിലെ പൊസിഷനാണ്. വിദേശത്ത് വരുന്ന സമയത്ത് പലപ്പോഴും പറയാറുള്ളതാണ് ഈ കടാവറില്ല. ഇത് പലപ്പോഴും നമുക്ക് പല യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഇവിടെ ഉൾപ്പെടെ നമുക്കത് കിട്ടുന്നില്ല. പക്ഷെ നമ്മളിത് മിനിസ്ട്രി ലെവൽ പെർമിഷനൊക്കെ എടുത്ത് പലപ്പോഴും ഇത് കാണിക്കേണ്ട ഒരു നിർബന്ധ സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇല്ല, നമ്മളവിടെ ബോഡി ഉണ്ട്, അവിടെ ബോഡി ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ല, ഇത് കാണിക്കാൻ നമുക്ക് തന്നെ ഒരു മാനസിക പ്രശ്നമുണ്ട്. ചില പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ക്യാമ്പസ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് കടാവർ പ്രോപ്പറായിട്ട് കിട്ടുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് റഷ്യയാണ്, പിന്നെ ഒന്ന് അസർബൈജാൻ. ഇപ്പോൾ നമ്മൾ കണ്ട വെച്ചിട്ട് അസർബൈജാനാണ്. പിന്നെ നമ്മൾ കേട്ട വെച്ചിട്ട് ഈജിപ്തിലും കടാവർ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും കടാവറുണ്ട്. ബാക്കി എല്ലാ രാജ്യത്തും ഉസ്ബെക്കിസ്ഥാൻ ആവട്ടെ, ജോർജിയ ആവട്ടെ, കസാഖിസ്ഥാൻ ആവട്ടെ, ഇവിടെ നമുക്ക് കടാവറില്ല. ഓക്കെ, ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ മേഖലകൾക്കും ഈ വരുന്ന എല്ലാ ആളുകൾക്കും പെർമിഷൻ കിട്ടില്ല, എൻട്രി കിട്ടില്ല. നമ്മൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് എൻട്രി കിട്ടുന്നത്. നമുക്ക് തന്നെ പല യൂണിവേഴ്സിറ്റി കയറിയിട്ടുണ്ടെങ്കിൽ ഫുൾ എൻട്രി കിട്ടണമെന്നില്ല. കാരണം മിനിസ്ട്രി ലെവല് പേപ്പർ സാങ്ഷൻ ആയിട്ടൊക്കെ വരണം. ഇതിൽ ഇവർ 100 വർഷം പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ പുറത്ത് ആളുകൾ വരുമ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പെർമിഷൻ തരില്ല. അപ്പോൾ ഈ അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം നമ്മത് കാണിക്കുന്ന നിർബന്ധിതമായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും പല ആളുകളും ഇതിനെക്കുറിച്ച് അറിയാതെ ഏതെങ്കിലും പ്രത്യേക കൺട്രീൻ്റെ ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ അസർബൈജാനിൽ അതില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിതുപോലെ പെർമിഷനൊക്കെ എടുത്ത് കാണിക്കാൻ നിർബന്ധിതരായതാണ്. അപ്പോൾ നമ്മൾ സർജറി ബ്ലോക്ക് കണ്ടു, അനാട്ടമി ബ്ലോക്ക് കണ്ടു. ഇനി നമ്മൾ ഇവിടുത്തെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുകയാണ് കേട്ടോ. ഫസ്റ്റത്തെ 3 വർഷം പ്രീലിക്ക് ക്ലിനിക്കൽ സബ്ജക്ട്സ്, പിന്നെ അതിന് ശേഷം ക്ലിനിക്കൽ സബ്ജക്ട്സ്.
ഇവിടെ നമുക്ക് സ്റ്റിമുലേഷൻ സെൻറ്റർ ഉണ്ട്. ഇതിപ്പോൾ ഓരോ പാർട്ടിലും നമുക്ക് എന്താക്കാം, ഓരോ ബോഡീസ് കാണാം, ഓരോ ഡമ്മി കാണാം. ഇതിലാണ് കുട്ടികൾ ഇനീഷ്യലി പഠിക്കാം. ഓക്കെ, പീഡിയാട്രിക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളുണ്ട്. ഇതൊക്കെ പീഡിയാട്രിക്സ് ആണ്. ഒരു അഡൾട്ടിൻ്റെ ഡമ്മി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് സിമുലേഷൻ എക്സാംസ് ഒക്കെ ഈ ഒരു ബോഡീസിൽ നടത്താം. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരും. ഇതിപ്പോൾ വേരിയൻ്റ് 50 വരുന്നത്. ഇപ്പോൾ ഒരു എക്സാം നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് വേരിയൻ്റ് 5 എന്ന് കൊടുത്തല്ലോ, ഡിഫറെൻറ്റ് ഡിസീസുകൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ ആ ഏത് ഡിസീസാണോ ഈ രോഗിക്കുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ രോഗിനെ സെറ്റ് ചെയ്യും, അതായത് ഈ ഒരു ബോഡീനെ സെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ CPR കൊടുക്കണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മൾ CPR കൊടുക്കണം. അപ്പോൾ അത്ര പേരിലുള്ള ക്വസ്റ്റ്യൻസ് വരും, അതിനനുസരിച്ച് നമ്മൾ എന്താക്കാം ഈ ഒരു ബോഡിയിൽ പെർഫോം ചെയ്യാം. ഈ ഉത്തരം ശരിയാണെങ്കിൽ യു വിൽ കം ബാക്ക് ടു ലൈഫ് ലൈക്ക് ദാറ്റ് ആൻഡ് യു വിൽ പാസ് ദ എക്സാം. അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായ രീതിയിൽ ഒന്നും കൂടി ഈ എക്സാം പിന്നെ നടത്തും. ഇവിടെ നമ്മൾ അടുത്ത സ്റ്റിമുലേഷൻ സെൻ്ററാണ് കാണിക്കുന്നത്. ഡോക്ടേഴ്സ് ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ചെയ്യുന്നേരം അവർ ഇതിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് എന്താണോ വേണ്ടത് ഈ രോഗിക്ക് അസുഖം, ആ അസുഖം സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കും. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ ഓരോ മെഡിസിൻ കൊടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് BP നോക്കുന്നവരാണെങ്കിലും ഒക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. അത് പ്രോപ്പറായിട്ട് പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ പാവകളെ പഠിക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പാവകളുടെ മോള് പഠിക്കുന്നത്, ഡമ്മീൻ്റെ മോള് പഠിക്കുന്നത് നമുക്ക് തെറ്റിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേസമയം ഒരു ഒറിജിനൽ ബോഡി ഉണ്ടാച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം അയാൾ മരിച്ചുകൊണ്ട് നിൽക്കല്ലേ. നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന ടൈമിൽ പ്രോപ്പറായിട്ട് ആ ഒരു സ്പേസിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ എന്നുവെച്ചാൽ ഈ ഒരു ബോഡീൻ്റെ മുകളിൽ നമുക്ക് സൗണ്ട് കേൾക്കാം, അതായത് സ്ക്രീമിങ് കാര്യങ്ങൾ കേൾക്കാം, പ്രതികരണം ഉണ്ടാവും. പ്രോപ്പറായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഇല്ലാതെ അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിനുള്ളിൽ കയറിയാൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ ഹൈക്കുകളൊന്നും ഉള്ളിൽ കയറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ കയറുന്നതിന് മുന്നേ ഇങ്ങനെ കാല് കവറിങ് ചെയ്യണം. ഇതിന് ബഹീലിനാണ് ഇവിടെ പറയാം. അപ്പോൾ ഇതാണ് ഇവരുടെ ആൻജിയോഗ്രഫി ചെയ്യുന്ന റൂം. ഓക്കെ, അപ്പോൾ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്മളെ ഈ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ആ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഇമേജിങ് ടെക്നോളജിയാണ്. അത് ഇവിടെ നിന്നാണ് ചെയ്യാം. അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അത് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലുണ്ട്, 1000 ബെഡ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലെ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് ഈ ഒരു ആൻജിയോഗ്രഫിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉള്ളത്. കുട്ടിക്ക് ഇവിടെയൊക്കെ ക്ലാസ് ഉണ്ടാവും, അതായത് റേഡിയോളജി ക്ലാസ് വരുന്ന ടൈമിൽ കുട്ടികൾ ഇതൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ വരുന്നേരം കറക്റ്റായ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ബാക്കിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ CT റൂം കേട്ടോ. അപ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ എക്സ്റേ മെഷീൻ കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിലുള്ള നേരത്തെ പറഞ്ഞു മെയിൻ എക്സ്റേ മെഷീനാണ്. അതായത് ടെക്നോളജി കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് അവർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ശരിക്കും റേഡിയോളജി സബ്ജക്റ്റ് നമുക്ക് ക്ലിനിക്കൽ അതായത് 3rd ഇയർ 4th ഇയർ ആ ടൈമിൽ റേഡിയോളജി പഠിക്കാനുണ്ടാവും. ഓക്കെ, FMG ആണെങ്കിലും നമ്മൾ റേഡിയോളജിൻ്റെ ഒരു വെയിറ്റൻസ് പറഞ്ഞാൽ ഏകദേശം ഒരു 4 മാർക്ക് 3 മാർക്കൊക്കെ റേഡിയോളജിന്ന് എല്ലാ വർഷവും ചോദിക്കുന്നുണ്ടാവും. എല്ലാ സബ്ജക്റ്റും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ റേഡിയോളജി പഠിക്കാം. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ റേഡിയോളജി കുറച്ച് ഈസി ആയിരിക്കും. മനസ്സിലായി. ഓൾറെഡി ഇമേജിങ് ടെക്നോളജീസ് കണ്ടു, ആൻജിയോഗ്രാം കണ്ടു, എക്സ്റേ കണ്ടു, CT കണ്ടു. ഇനി നമുക്ക് ലബോറട്ടറിയിലേക്ക് പോകാം, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോബയോളജിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ടെക്നോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെമറ്റോളജിക്കും വേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ദിസ് മെഷീൻസ് വാഷ് and microbiology. നമുക്ക് ഈ സൈഡിൽ ഇമ്മ്യൂണോളജി വരുന്നുണ്ട്. We have immunology in this side and here we have the hematology department.